ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ സാധാരണ ഒരു പാനിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു മിൽക്ക് ബണ്ണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം തന്നെ ഇതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള പാലാണ്. അതിൽ നമ്മൾ 1/2 ഗ്ലാസ് മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഈസ്റ്റ് നമ്മളൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നമ്മൾ ചൂടോടെ ചേർക്കുന്നത് ആ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. മധുരത്തിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1/4 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ആദ്യം 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ടയും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ കയ്യിലാക്കിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ അത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വലിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ലെയർ പോലെ ആയിട്ട് നമുക്ക് ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വലിച്ച് കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു 10 മിനിറ്റ് കുഴച്ചെടുക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം കുഴയ്ക്കാൻ പറ്റും അത്രത്തോളം കുഴയ്ക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബണ്ണ് കിട്ടും. ഇതുപോലെ വലിച്ച് കുഴച്ച ശേഷം ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഞാൻ കൈ ഒട്ടുന്നതായിട്ട് ഒരു അല്പം ഓയിൽ അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസി ടൈപ്പിലായിരിക്കണം നമ്മൾ കുഴച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതുപോലെ കയ്യിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീണ് കിട്ടണം കേട്ടോ. ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ കുഴച്ചിട്ട് തയ്യാറാക്കേണ്ടത്. അപ്പം നമ്മൾ മാവ് ഇതുപോലെ വലിക്കുമ്പോൾ ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് കിട്ടണം കേട്ടോ. ഇതുപോലെ വെലിഞ്ഞ് മുറിഞ്ഞൊന്നും പോവാതെ ഈ ഒരു രീതിക്ക് കിട്ടണം. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. വീണ്ടും നമ്മളൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതൊരു അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു ബൗളിൽ നമ്മൾ അല്പം ഓയിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ മാവ് വെച്ച ശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അല്പം ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു കോട്ടൺ തുണി നനച്ചിട്ട് അതിലൊന്ന് ടൈറ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. 1 മണിക്കൂർ ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് മാവ് ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. അപ്പം പൊന്തി വന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം നല്ല രീതിക്ക് മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ആ തുണിയൊന്ന് മാറ്റിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി നോക്കുക നിങ്ങൾ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാവ് എത്രത്തോളം പൊന്തി വന്നിട്ടുണ്ടെന്ന്, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ഈ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി മാവ് കുഴയ്ക്കേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. ഹാർഡായിട്ട് ചെയ്യേണ്ട. ഇനി വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ഒന്ന് കൈ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുക.
നിങ്ങൾക്ക് ആ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടുക. എന്നിട്ടൊന്ന് ഷേപ്പ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാനുണ്ട്. നടുകെ ഒന്ന് കീറിയ ശേഷം നമുക്കൊന്ന് എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ക്രോസ് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ അളവായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ പിന്നെയും 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പം മാവ് വീണ്ടും നല്ല രീതിക്ക് പൊന്തി വരും. അപ്പം ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഓരോന്നും ഇനി ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ ബണ്ണൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം നമ്മളത് ഓരോ മണിക്കൂർ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിനായിട്ട് കുറച്ച് സമയം എടുക്കും. കംപ്ലീറ്റ് നമുക്ക് ഉരുട്ടിയെടുക്കാം. മുഴുവനും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കൈവച്ച് ഉള്ളോട്ട് മടക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ലെയർ ആയിട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. രണ്ടറ്റവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്ത ശേഷം അവിടുന്ന് അറ്റം മുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒന്ന് റോൾ ചെയ്തിട്ട് സൈഡിൽ നിന്ന് വീണ്ടും ഒന്ന് മടക്കി കൊടുത്ത് വീണ്ടും റോൾ ചെയ്ത് അങ്ങനെ മടക്കിയിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 1-2 അതുപോലെ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ചുണ്ടൻ വിരൽ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമ്മൾ 2 ഭാഗം ഒന്ന് നീട്ടത്തിൽ ഒന്ന് കൈ കൊണ്ട് പരത്തിയെടുക്കുക. ഒന്ന് അവിടെ നിന്ന് റോൾ ചെയ്യുക, സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക, വീണ്ടും റോൾ ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കി കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് കുറച്ച് വിട്ടിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇച്ചിരി വിട്ട് വെച്ച് കൊടുത്താൽ അത് പിന്നെയും നല്ല രീതിക്ക് പൊന്തി വരും. അപ്പം കുറച്ച് വിട്ടിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ ചെറിയൊരു പാൻ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ഒരല്പം ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരല്പം മാത്രം മതി കേട്ടോ. വീണ്ടും നമ്മൾ ഒരു കോട്ടൺ തുണി നനച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒരു 20 മുതൽ ഒരു 45 മിനിറ്റ് വരെ നമുക്ക് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് കുറച്ചുകൂടി 1 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് പൊന്തി വരും. അപ്പം ഞാൻ ഒരു 40 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ മുകൾ വശത്തായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. കംപ്ലീറ്റും അതുപോലെ ചെയ്ത ശേഷം ഞാനിവിടെ ഒരു വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ അടുപ്പിൽ ഇതുപോലെ ഹോളുള്ള മൂടിയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു കടലാസോ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ മുകൾ വശമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. ആവിയൊന്നും പുറത്ത് പോവാതെ തന്നെ നല്ല രീതിയിൽ ബേക്ക് ചെയ്തിട്ട് കിട്ടണം. അപ്പോൾ നല്ല രീതിക്ക് അത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെക്കുമ്പോൾ നേരിട്ട് അടുപ്പിലേക്ക് വെക്കരുത്. ഒരു പഴയ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് ചൂടായ ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ എടുത്തിട്ട് വെക്കുക. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു
25 മുതൽ ഒരു 40 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഒരല്പം തണിഞ്ഞ ശേഷം, ചൂടൊക്കെ പോയ ശേഷം നമുക്കിതൊന്ന് നോക്കാം. ഇപ്പം ഞാൻ ചൂടോടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരല്പം തണിഞ്ഞ ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം ഏകദേശം തണിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട്, നല്ല ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല നല്ല ലെയറായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബന്ന് പോലെ തന്നെ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.